സമയം എത്രയായി പറഞ്ഞിട്ടാണ് ഇത്ര നേരമായിട്ട് ഈ വീട്ടിൽ രാവിലത്തെ ചായയും കടിയൊന്നും ആയിട്ടില്ലേ? എന്തെങ്കിലും രണ്ടെണ്ണം തിന്നിട്ട് വല്ല ഗുളികയും മരുന്ന് തിന്നാന്ന് പറഞ്ഞ വല്ല നിവൃത്തിയുണ്ടോ നോക്കാ. റജിയെ, ഉമ്മ അതാ ആയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവരിക തന്നെയാണ്. നിനക്ക് ഇതൊക്കെ ഒന്ന് നേരത്തെ കാലത്ത് ആക്കി വെച്ചാ എന്താ? മനുഷ്യന് വിശന്നിട്ട് ഗ്യാസ് കയറാൻ തുടങ്ങി. അതിന് എങ്ങനെയാണ് വീട്ടുപണി എടുക്കാനൊന്നും ഒരു നേരവും ഇല്ലല്ലോ. കെട്ടി ഒരുങ്ങി പുറത്തു പോയി പണിയെടുക്കാനല്ലേ താല്പര്യം. എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഇത്തിരി നേരത്തെ കാലത്ത് കിട്ടണം. നീ ജോലിക്കാരിയാണെന്ന് പറഞ്ഞ് എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. ഇതൊക്കെ പറ്റുമെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ പോണ്ട അവിടെ ഇരുന്നോ. ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഉമ്മ, കറിയൊന്നും തളിക്കാൻ വേണ്ടി നിന്നതാ ഞാന്. ഓ, ഇന്നും പുട്ട് തന്നെയാണ് അല്ലേ? അത് പിന്നെ എളുപ്പമാണല്ലോ നിനക്ക് ഉണ്ടാക്കി വെക്കാന്. എനിക്കാണെങ്കിൽ ഈ സാധനം തിന്ന് തിന്ന് മടുത്തു. ഇത് തിന്ന് കുറച്ചു നേരം കഴിഞ്ഞു പറഞ്ഞ എന്നെ ആകപ്പാടെ ഒരു എച്ചിലും പുകച്ചിലാണ്. അതിനിപ്പോ എന്റെ ഇടങ്ങറ് ആർക്കാ ഇനി അറിയേണ്ടത്? എന്തെങ്കിലുമൊക്കെ എളുപ്പപ്പണിക്ക് കുത്തിവരിക അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോകുക. ബാക്കിയുള്ളവർ തിന്ന് എന്ത് തിന്നില്ലെങ്കിലും എന്ത്. ഉമ്മ, ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്കൊന്ന് പോവാണ് കേട്ടോളേ. ഞാൻ കുറെ ആയില്ലേ പോയിട്ട്. നാളെ ആണെങ്കിൽ ലീവ് ആണേനും. ഉമ്മാക്കുള്ള ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. നാളെ വൈകുന്നേരത്ത് ഞാൻ വരുകയും ചെയ്യാം. എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ? അവിടെ എന്താ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വീട്ടുകാരെ കാണാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്നാൽ പറ്റില്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും പതിവ് കണ്ടിരിക്കുന്നത്. ഇത് വെറുതെ ആഴ്ചക്ക് വീട്ടുകാരെ കാണാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഒരു പോക്ക്. അതിന് ഉമ്മാക്ക് എന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നാൽ പറ്റുമോ? അവര് വന്ന് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും തുടങ്ങും ഓരോ കൊനിഷ്ട ചോദ്യങ്ങളും. പിന്നെ എപ്പോഴെങ്കിലും വരുള്ളൂ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങി അതിനുള്ള പരാതി പരിഭവം വേറെ. എങ്ങനെ പിന്നെ അവരിങ്ങോട്ട് വരിക? ഞാൻ എപ്പോഴാണ് നിന്റെ വീട്ടുകാർ വന്നപ്പോ ഇവിടെ പരാതി പറയാൻ നിന്ന്? പിന്നെ എനിക്കിപ്പോ അത് നോക്കിയും കൂടെ നടക്കല്ലേ പണി ഇവിടെ നോക്കാം. പിന്നെ നിന്റെ വീട്ടുകാർ വന്നു പറഞ്ഞ് ഞാൻ എവിടേക്കെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് മുണ്ടാണ്ടിങ്ങനെ ഇരിക്കണം പേടിച്ചിട്ട്. ഉമ്മനി വെറുതെ അത് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ വീട്ടുകാരന് ഉമ്മാക്ക് പറ്റില്ല എന്നുള്ളത്. ഓരോരുത്തരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അവരെന്ത് മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ. നീ ഇപ്പൊ എന്താടി പറഞ്ഞു വരുന്നത്? ഈ വീട്ടിലുള്ള സകല പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ? എന്നിട്ട് വേണം അവന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്നെ കുറ്റക്കാരിയാക്കി വെക്കാന്. ആ, നീ ആള് തരക്കേടില്ലല്ലോ. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് നടക്കില്ല കേട്ടാ. എന്താ അവള് എന്നെ പറയണു കുറ്റം? അവള് പിന്നെ ഒന്നിനും ഇല്ലാത്തൊരു പാവാണല്ലോ നോക്കാം. ഒന്ന് നിർത്തിക്കാ നിങ്ങള്. നീ ആരടി എന്റെ വായ അടുപ്പിക്കാന്? എന്നെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറയേ നീ? ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് അവള് നേരം വെളുക്കുമ്പോ 9 മണിയാകുമ്പോ പോകും ഇവിടുന്ന്. എന്നിട്ട് തിരിച്ചു വരണമെങ്കിൽ 5 മണി 6 മണിയാവും. അതിന്റെ ഉള്ളിൽ ഈ വീട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതെന്തെങ്കിലും ആ ബുദ്ധിമുട്ട് എന്തെങ്കിലും നിന്നെ അറിയിച്ചിട്ടുണ്ടോ ഞാന്? ഉമ്മാനെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിച്ചു എന്നാ പറയണത്? ഞാൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഇവിടെയുള്ള എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടല്ലേ പോക്കുള്ളൂ. ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ ഈ ഞാൻ തന്നെ ഉണ്ടാക്കല്. ഉമ്മാനെയും കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഒരു ഉള്ളി അടക്കം അരിഞ്ഞു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ പരാതി പറയാ? ഇവിടുന്ന് പോണ വരെ എനിക്ക് ഓരോ പണികൾ, പിന്നെ അവിടെ പോയിട്ടുള്ള വർക്കുകൾ വേറെയും, പിന്നെ രാത്രിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങണം ആദ്യം. അപ്പൊ ഞാൻ നിങ്ങളുടെ എന്തൊക്കെ പരാതി പറയണം? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഇതുവരെ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോണ്ടടി. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ജോലിക്ക് പോകാന്. നിനക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മുണ്ടാണ്ടിരിക്കല്ലേ വേണ്ടുള്ളൂ ഇവിടെ. അത് നടക്കും നമ്മ വിചാരിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതേ എനിക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എന്റെ സൗകര്യത്തിന് ഇപ്പൊ അടുത്ത് കിട്ടുകയും ചെയ്തു. ഞാൻ അത് കളഞ്ഞിട്ട് വെറുതെ വീട്ടിൽ മുണ്ടാണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെയാണെങ്കിലേ വായിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇവിടുന്ന് പോകാന്. എന്നിട്ട് ഒരു കൂട്ടാൻ വെച്ച് വെച്ചിരിക്കണ അവള് മീൻ കൂട്ടാനാ അത്രേ. അതിൽ ഉപ്പുമില്ല മുളകുമില്ല പുളിയില്ല ഒന്നുമില്ല. എനിക്ക് ഇത്തിരി കൂട്ടാനൊക്കെ കിട്ടുമ്പോ എരിവിലും ചൊടിയിലൊക്കെ കിട്ടണം എന്നുള്ളത് നിനക്ക് അറിയണത് തന്നെയല്ലേ? അപ്പൊ നീ മനഃപൂർവ്വം ചെയ്തതല്ലേ വേണമെങ്കിൽ തിന്നാ മതി എന്നുള്ള മട്ടില്. ഞാൻ ഇവിടെ എന്തൊരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും എന്റെ ഇഷ്ടത്തിനും ഇക്കാന്റെ ഇഷ്ടത്തിനും ഒന്നും അല്ല വെക്കല്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ വെക്കലുള്ളൂ. നിങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റിയ? ആദ്യം മനസ്സ് വായിക്കുന്ന സൂത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല ഇവിടെ. എന്ത് പറഞ്ഞാലും പിന്നെ തർക്കുത്തരം ഉണ്ടല്ലോ നിനക്ക്. അതെങ്ങനെയാണ് വളർത്തു ഗുണം? അതൊക്കെ നിന്റെ തളനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നിന്റെ തളന്റെ സ്വഭാവം തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വെറുതെ എന്റെ ഉമ്മാനെ പറയാൻ വന്നാണ്ടല്ലോ. എന്റെ ഉമ്മ എന്നെ എന്ത് പഠിപ്പിച്ചു എന്നാ നിങ്ങൾ പറയുന്നത്? എന്റെ വീട്ടുകാരാവുകൊണ്ട് നിങ്ങളുടെ ഈ സ്വഭാവത്തിനൊക്കെ എന്നെ ഇത്രയും കാലം ഇവിടെ നിർത്തി. വേറെ വലിയവരാണെന്നുണ്ടെങ്കിൽ മകളിനെ വിളിച്ചിട്ട് എപ്പോഴേ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ വീട്ടുകാരനെ കുറ്റം പറയാൻ നിൽക്കണോ? ഞാനേ എന്റെ വീട്ടിൽ ഇന്ന് പുക തന്നെയാണ്. എന്നിട്ട് തിരിച്ചു വരണ വേണ്ടെന്നുള്ളത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒക്കെ ഇക്കാനെ പറഞ്ഞാൽ മതി. കാക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ പാവാണല്ലോ. ഞാനാണല്ലോ ഇവിടെ കുറ്റക്കാരി. ഉമ്മ ഒറ്റയ്ക്ക് വളർത്തിയതാന്നുള്ള സെന്റിമെന്റ്സ് അല്ലേ നിങ്ങടുത്ത്? നിങ്ങളുടെ ഈ സ്വഭാവത്തിന് ആരും ഉണ്ടായില്ല, മരുമകളും ഉണ്ടായില്ല, പേരക്കുട്ടി ഉണ്ടായില്ല. ഉമ്മയും മകനും മാത്രം അങ്ങോട്ട് ജീവിച്ചോളി ഇങ്ങനെ. അങ്ങനെ ഉണ്ടാവോ തള്ളാര്? ഓ, എവിടെയും കണ്ടിട്ടില്ലടപ്പ. എന്താ റെജി ഇവിടെ പ്രശ്നം? എന്താ താത്ത? നിങ്ങൾ രണ്ടാളും സൗണ്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ആൾക്കാർ കീ നോക്കിയിട്ട് പോണേ എന്താ ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കൃത്യം മിണ്ടാണ്ടിരുന്നൂടെ റെജിയെ? എന്താ താത്ത ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്?
ഈ ഉമ്മ എപ്പോ നോക്കിയാലും എന്നെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയണതല്ലേ എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ആ ജോലിക്കും കൂടി പോണത് ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഐഷാത്ത അത്? ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്ക് പോണെന്ന് പറഞ്ഞിട്ട് എന്താ കുഴപ്പം? അതിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവള് പഠിച്ച കുട്ടിയല്ലേ. അവള് ജോലിക്ക് പോയി പറഞ്ഞ അതിന്റെ ഒരു സഹായം നിങ്ങളുടെ മകനക്ക് തന്നെയല്ലേ. ഇന്നത്തെ കാലത്തൊക്കെ ഒരാൾ അധ്വാനിച്ചും കൊണ്ട് എന്തെങ്കിലും ആവുമോ? അവൾ ഈ വീടിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതിനൊക്കെ നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഞാൻ ഇവിടെ ഉള്ള ഒരു പണി ഇമ്മാനെയും കൊണ്ട് ചെയ്യിക്കലില്ല. പൂമ്പളിക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ. മക്കള് ഭക്ഷണം അടക്കം ആ ടേബിളിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടേ പോവുള്ളൂ. ഉമ്മാക്കൊന്ന് വിളമ്പി കഴിച്ചാൽ മാത്രം മതി. എന്നിട്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കല്. അതൊക്കെ എനിക്ക് അറിയണത് തന്നെയല്ലേ. ഉമ്മയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞു പറഞ്ഞാൽ പുറത്തു കൂടെ നടന്നിട്ട് ഓരോ പണികൾ ചെയ്യുന്ന കാണാം. നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ വൈകി ചെയ്യാൻ നിക്കണ്ട. അവളിപ്പോ അതൊന്നും പറയാൻ നിക്കില്ലല്ലോ നിങ്ങളെ. എനിക്ക് മടുത്തു. എനിക്കറിയാം ഋഷി, അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ലോണം പാടുപെടുന്നുണ്ട്. എനിക്ക് അവളുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. നിനക്കറിയണ്ടല്ലേ ഋഷിയെ, എന്റെ കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോഴാണ് അവന്റെ വാപ്പ മരിക്കുന്നത്. പിന്നെ അവനക്ക് ഒരു കുറവും ഇല്ലാണ്ട് ഞാൻ വളർത്തി വലുതാക്കി. അവനക്ക് നല്ല ജോലി ആവണവരെ പഠിപ്പിക്കുകയും ചെയ്തു. അവന്റെ കല്യാണം കഴിയുമ്പോഴൊക്കെ നല്ല സ്നേഹമായിരുന്നു ഞാനും അവനും തമ്മിൽ. എന്നെന്ന് പറഞ്ഞാൽ അവനക്ക് നല്ല ജീവനായിരുന്നു. ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞപ്പോ അവനക്ക് എന്നെയൊന്നും വേണ്ട. എന്റെ അടുത്തൊന്നും വർത്താനം പറയുകയൊന്നും ചെയ്യില്ല. എത്ര കാലായി എന്നറിയാം എന്റെ അടുത്തൊന്നും മുണ്ടിയിട്ട്. ഞാൻ മുല്ലത്ത് ഓരോ പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ. അതൊക്കെ വാളം വെച്ചിട്ടാണ്, അല്ലാണ്ട് മുല്ലത്ത് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഇവിടെ എന്നെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ രാത്രി അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്തിനാ അങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കണം ഉമ്മ, എന്തിനാ വെറുതെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിലും ഒരു രണ്ട് വർത്താനം എൻ്റെ അടുത്ത് വന്ന് പറയുമല്ലോ അവര്. അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ റേച്ചിയത് പറയണ കേട്ടില്ലേ നീ? നിങ്ങൾ നേരം വെളുത്തു പറഞ്ഞ ജോലി 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 പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് അതിന്റെ അടുത്ത് ആരോ ഒന്നും മുണ്ടിയും പറഞ്ഞിരിക്കാനുള്ളത്. നിങ്ങൾ വന്ന നേരത്തെങ്കിലും അതിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിശേഷം ചോദിച്ചും കൊണ്ട് ഇരുന്നൂടെ? കുറേ തിന്നാനും മരുന്നും വാങ്ങിക്കൊടുത്തു പറഞ്ഞ എല്ലാ ആയുധം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഇത്തിരി സ്നേഹ വേണ്ടത്. അതിന്റെ മനസ്സിലുള്ള വിഷമാണ് കേട്ടോ പറയണത്. പാവം, അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കേ.